നല്ലൊരു കിടിലൻ ചിക്കൻ റോസ്റ്റിംഗ് റെസിപ്പി പറഞ്ഞു തരട്ടെ. 1 കിലോ ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ട് മാഗ്നേറ്റ് ചെയ്തത്, അതിന്റെ കൂടെ 4 മീഡിയം സൈസ് സവോള ചോപ്പ് ചെയ്തത്, 2 കുഞ്ഞു തക്കാളി, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇത്രയും മതി. ഇനി പൊടികളിലേക്ക് വരാം. ആദ്യമേ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി മാറ്റി വെക്കുക. പിന്നെ വേണ്ടുന്നത് 1 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യം എടുത്തു വെച്ച പൊടികൾ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ വറുത്തെടുക്കണം. അടച്ചു വെച്ച് തന്നെ വറുക്കണം കേട്ടോ. ചിക്കൻ സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് മുരിയാനും പാടില്ല. ചിക്കൻ എല്ലാം വറുത്തെടുത്തതിന് ശേഷം റോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഓയിൽ മാത്രം പാനിൽ വെക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായി ഒന്ന് വഴറ്റിയതിനു ശേഷം പച്ചമുളക്, കറിവേപ്പില, സവാള എന്നിവ ഇട്ട് വഴറ്റുക. ഈ സമയം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാവുന്നതാണ്. സവാള വഴന്നു വന്ന് ഈ ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ച പൊടികൾ ചേർക്കാം. കൂടെ മസാലപ്പൊടി കൂടി ചേർക്കണം. ഇത് നല്ലതുപോലെ ഇളക്കിയതിനു ശേഷം ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നന്നായി വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു പഞ്ചസാര. ഇതും കൂടി ചേർക്കണേ. ശേഷം ചെറു തീയിൽ ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കുറുക്കിയെടുക്കാം. ഗ്രേവി കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മുകളിൽ മല്ലിയില വിതറി 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണേ. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയായി. ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോറിന്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇത് നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ. താങ്ക് യു.